വെണ്ണക്കള്ളൻ, കള്ളകൃഷ്ണൻ, കൃഷ്ണൻ എന്ന മനോഹര ദൈവിക സങ്കല്പത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാണ് ആ വിളികൾ. പുരാണ കഥകളിൽ ഉണ്ണിക്കണ്ണൻ കുസൃതി കണ്ണനാണല്ലോ. ആ കുസൃതി തരത്തെയും കള്ളത്തരത്തെയും എല്ലാം അറിഞ്ഞിഷ്ടപ്പെട്ടവരാണ് ഭൂരിഭാഗം ഭക്തരും. കൃഷ്ണനേക്കാൾ കള്ളകൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. ഇന്ന് മധ്യപ്രദേശിൽ നിന്ന് വന്ന ഒരു വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. കള്ളകൃഷ്ണൻ എന്ന് വിളിക്കുന്നത് കൃഷ്ണസങ്കല്പത്തെ അപമാനിക്കലാണത്രേ. ഏതെങ്കിലും തീവ്ര നിലപാടുകളുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ പറഞ്ഞതല്ല ഇത്. മധ്യപ്രദേശിലെ BJP സർക്കാർ ആവശ്യപ്പെടുന്നു, ഇനി ആരും കൃഷ്ണനെ കള്ളൻ എന്ന് വിളിക്കരുത്. അതിനായി ഒരു ക്യാമ്പയിനിന് തന്നെ തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ആദ്യം RDX. ശ്രീകൃഷ്ണന്റെ കഥകൾ മോഷണത്തെയല്ല, വിപ്ലവത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് മധ്യപ്രദേശ് BJP സർക്കാർ പുതിയ ക്യാമ്പയിൻ ആവിഷ്കരിക്കുന്നത്. കൃഷ്ണൻ വെണ്ണക്കുടം പൊട്ടിച്ചത് അമ്മാവനും സ്വേച്ഛാധിപതിയുമായിരുന്ന കംസനെതിരായ വിപ്ലവകരമായ നിലപാടായിരുന്നെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ജന്മാഷ്ടമി ദിന പരിപാടിയിൽ പറഞ്ഞു. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ശ്രീകൃഷ്ണന് മോഷ്ടിക്കേണ്ടി വരില്ലെന്ന് മോഹൻ യാദവ് പറയുന്നു. അത് പ്രതീകാത്മക പോരാട്ടമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി മുഖ്യമന്ത്രി പരസ്യമായി വെണ്ണയും കഴിച്ചു കാണിച്ചു. ഗോകുലത്തിൽ ആയിരക്കണക്കിന് പശുക്കളാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള വെണ്ണയെല്ലാം കംസൻ കൊണ്ടുപോയി. ഇതിനെതിരെയാണ് വെണ്ണപാത്രം പൊട്ടിച്ചും വെണ്ണ കഴിച്ചും പ്രതിഷേധിക്കാൻ കൃഷ്ണൻ ആഹ്വാനം ചെയ്തതെന്നും വ്യാഖ്യാനം. കംസന്റെ നയങ്ങൾക്കെതിരായ കൃഷ്ണന്റെ കലാപം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ദീർഘനാൾ നീണ്ടുനിൽക്കുന്ന വമ്പൻ ക്യാമ്പയിനാണ് മധ്യപ്രദേശ് സർക്കാർ നടത്താനൊരുങ്ങുന്നത്. അതേസമയം പുരാണം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന BJP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. കൃഷ്ണൻ്റേത് മോഷണമല്ല, ചെറുത്തുനിൽപ്പാണ് എന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറയുന്നത്. വെണ്ണ മോഷണമല്ല, അനീതിക്ക് എതിരായ പ്രതിഷേധമാണ് കൃഷ്ണൻ നടത്തിയത് എന്നാണ് വിശദീകരിക്കുന്നത്. സന്യാസിമാർ വെണ്ണക്കള്ളൻ വിളി ഉപേക്ഷിക്കാൻ സമ്മതിച്ചു എന്നാണ് മോഹൻ യാദവിൻ്റെ ഉപദേഷ്ടാവ് പറയുന്നത്. അതവർ സമ്മതിച്ചു എന്നാണ്. അപ്പോൾ അവർ വിളിച്ചിരുന്നു. പുരോഹിതന്മാരെയും മതനേതാക്കളെയും കഥാകൃത്തുക്കളെയും ക്യാമ്പയിനിൻ്റെ ഭാഗമാക്കാനും തീരുമാനമുണ്ട്. എന്നാൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. രാഷ്ട്രീയ നേട്ടത്തിനായി BJP പുരാണം മാറ്റി എഴുതുകയാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. വോട്ട് കൊള്ള ചർച്ച മറയ്ക്കാൻ വേറൊരു അടവ് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന്. ശ്രീകൃഷ്ണ ലീലയ്ക്ക് പകരം സ്വന്തം ചരിത്രം എഴുതാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. എങ്ങനെ വോട്ട് മോഷ്ടിച്ചെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത് എന്നുമാണ് ഇതിൽ ഉയർന്നിരിക്കുന്ന എതിർവാദം. എന്തായാലും ഇതിൽ കൂടുതൽ ഡാറ്റാ ഷീറ്റിലേക്കൊന്നും പോകാൻ തൽക്കാലം പറ്റില്ല. എനിക്ക് തോന്നുന്നത് തീർച്ചയായും പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞ മട്ടിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഈ വോട്ട് മോഷണം എന്നുള്ളതിന് പകരം ആ മോഷണം എന്നുള്ള ആ വോട്ട് മോഷണം എന്നുള്ള ആരോപണം വന്നപ്പം മോഷണം എന്ന വാക്ക് തന്നെ അങ്ങ് വെറുത്തുപോയോ എന്നുള്ള പ്രശ്നം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഈ വാമന ജയന്തി ഇവിടെ ആഘോഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. കേരളത്തിൽ മനുഷ്യരും സാധാരണ ആളുകൾ മുഴുവൻ ഓണം ആഘോഷിക്കുമ്പോൾ K. സുരേന്ദ്രൻ വാമന ജയന്തി ആഘോഷിക്കുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏർപ്പാടായി ഇതിനെ കണക്കാക്കാമോ? എന്താ സനീഷ് തോന്നുന്നത്? ഇതിപ്പം ചിരിക്കരുത് ഈ ചർച്ച ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതായത് അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഇത് കേട്ടപ്പോൾ കുറേ നേരം ചിരിച്ചു തീർത്തതുകൊണ്ട് ചർച്ച സീരിയസ് ആയിട്ട് നടത്തണം എന്നാണ് വിചാരിച്ചത്. ചിരിച്ചിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ കുഴപ്പമുണ്ട്. എനിക്ക് ആദ്യം തോന്നിയത് ഈശ്വര ഭഗവാനെ ഈ കേരളത്തിൽ തന്നെ വന്ന് പിറക്കാൻ അനുവദിച്ചല്ലോ എന്നൊരു തോന്നലാണ്. അതായത് കേരളം എത്രയോ മനോഹരമാണ്. ഇമാതിരിയുള്ള കൊസ്രാക്കുള്ളി ചർച്ചകളിലൊന്നും ഇടപെടാതെ കേരളം മുന്നോട്ടങ്ങ് പോകുന്നുണ്ടല്ലോ. ഇവിടെ തന്നെ ബാക്കി ജീവിതം കൂടെ ജീവിക്കണം എന്നൊരു തോന്നലുണ്ടായി എന്നതാണ് ഒന്നുകൂടെ. ഇതിനകത്ത് അത് സീരിയസ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കണ്ട ഹർഷം പറഞ്ഞൊരു കാര്യം അതിനകത്തുണ്ട്. അതായത് ചരിത്രത്തെ അങ്ങ് മാറ്റുക, ഇത്തരം കാര്യങ്ങളെല്ലാം മിത്തുകളെല്ലാം എടുത്തിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഏർപ്പാടാക്കി മാറ്റുക. ഇപ്പോൾ കള്ളൻ എന്ന് വെച്ചാൽ ബാങ്ക് കൊള്ള നടത്തിയ ഒരാളെ പോലെയല്ലല്ലോ കൃഷ്ണനെ വിളിക്കുന്നത്. വെണ്ണക്കള്ളൻ എന്ന് വെച്ചാൽ വാത്സല്യത്തോടെയാണ്. കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മോഷ്ടിക്കും, ഭക്ഷണം മോഷ്ടിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റ് നിർത്തി അവർ കഴിക്കും. അതുപോലുള്ളൊരു ഏർപ്പാടാണല്ലോ ഈ കൃഷ്ണൻ വെണ്ണയും കട്ട് ഓടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഉരൾ കെട്ടിയിട്ടു, ഉരളും കൊണ്ട് ഓടിയിട്ട് അപ്പോഴൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കരുത്തൊക്കെ തിരിച്ചറിയുന്നത്. ഇങ്ങനെ മനോഹരമായ കഥകളാണല്ലോ. അപ്പോൾ എന്താ നമ്മുടെ ഈ പുരാണങ്ങളിലെ കഥകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മൾ പഠിച്ചത്? ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താ? അതിനകത്ത് മനുഷ്യത്വമുണ്ട് അല്ലേ? അതായത് യേശു നമുക്കറിയാത്ത ആളൊന്നും അല്ലോ എന്ന് പറയുന്നത് പോലെ കൃഷ്ണനും രാമനും എല്ലാം നമ്മൾക്കറിയാവുന്ന ആളുകളാണ്, മനുഷ്യരായിട്ടുള്ള ആളുകളാണ്. കൃഷ്ണൻ കുഞ്ഞാണ്. നമുക്ക് സ്വന്തം കുട്ടികളെ കൃഷ്ണനെ പോലെ വളർത്തുന്ന വാത്സല്യത്തോടെ എൻ്റെ കുഞ്ഞ് വിചാരിക്കുന്ന ആളുകളുണ്ട്. കൃഷ്ണ ഭഗവാനോട്, കുഞ്ഞായിട്ടുള്ള കൃഷ്ണനോട് വലിയ വാത്സല്യവും മുതിർന്ന കൃഷ്ണനോട് വലിയ പ്രേമവും ഒക്കെയുള്ള മനുഷ്യരുണ്ട്. അത് മാനുഷികമാണ്. ഈ സംഗതി മാനുഷികതയാണ്. നമ്മളുടെ മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള സത്തയെ അങ്ങോട്ട് കൊടുത്തിട്ട് ദൈവം മനുഷ്യരെ പോലെ തന്നെ ഇങ്ങോട്ട് പെരുമാറുന്നു. ദൈവത്തിൻ്റേതായുള്ളൊരു ഉന്നതമായ പദവി സ്ഥലത്തിരിക്കുമ്പോൾ തന്നെയും കൃഷ്ണൻ നമ്മളുടെ ഏറ്റവും അടുത്തൊരാളുമാണ്. അപ്പോൾ അതിനെ ആ മാനുഷികതയെ അങ്ങോട്ട് വെട്ടിമാറ്റിക്കളയുക എന്നുള്ളതാണ്
ഈ രാഷ്ട്രീയ മതം ചെയ്യുക, അല്ലെങ്കിൽ മതരാഷ്ട്രീയം ചെയ്യുക, അതിനെ അങ്ങ് മാറ്റിക്കളയും. എന്നിട്ട് നിങ്ങളിന്ന് വളരെ അകലെയുള്ള ഒരു സംഗതിയാണ് ഇത്. ഇപ്പോൾ രാമൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്കറിയാം, നമ്മുടെ കുമാരനാശാൻ കവിത എഴുതിയിട്ടുണ്ട്. കുമാരനാശാൻ്റെ കവിതയിലെ രാമൻ മനുഷ്യനാണ്, വിഷമിക്കുന്ന, സീതയ്ക്ക് ഒരേ സമയം കുറേ ചീത്ത വിളിക്കാനും കുറേ എതിർക്കാനും, എന്നാൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തതിന് കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന മനുഷ്യനായ മാനുഷികതയുള്ള ആളാണ് രാമൻ. നമുക്കറിയാവുന്ന രാമൻ അങ്ങനെയാണ്. പക്ഷേ രാഷ്ട്രീയ രാമൻ എങ്ങനെയാണ്? രാഷ്ട്രീയ രാമൻ മസിലുള്ള, വളരെ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രാഷ്ട്രീയ രാമനാണ്. അത് എന്തൊക്കെ സംഭവങ്ങളുണ്ടാക്കി, കലാപങ്ങളുണ്ടാക്കും, ആ ബിംബത്തെ വെച്ചിട്ട് പള്ളികൾ പൊളിക്കുന്ന സംഗതികളുണ്ടാകും. അങ്ങനെ രാഷ്ട്രീയ രാമൻ വേറൊരു രാമനാണ്. നമ്മൾ മതരാഷ്ട്രീയം എന്ന് പറയില്ല, ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ മതത്തിൽ നിന്നും മൗലികമായിട്ടുള്ള മതമൂല്യങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇത് മനുഷ്യരെ വല്ലാത്ത തോതിൽ ഉപദ്രവിക്കുന്ന സംഗതിയായിട്ട് മാറും പൊളിറ്റിക്കൽ മതം എന്നുള്ളത്. ഇവിടെ കൃഷ്ണൻ്റെ കാര്യത്തിന് സംഭവിക്കുന്നതാണ്, ഈ വാത്സല്യം എന്നുള്ള ഈ സംഗതിയെ ഇവർ ഡിലീറ്റ് ചെയ്ത് കളിയാ ചെയ്യുക. എന്നിട്ട് ഇതിനെ മസിൽ പിടിച്ചുള്ള ഒരു, ഞങ്ങളുടേത് എന്താണ്, കംസനെതിരെ പോരാടിയിട്ടുള്ള ഒരു വമ്പൻ കക്ഷിയാണ്. ഇനി കള്ളനെന്ന് വിളിക്കരുത്. കള്ളനെന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് വാത്സല്യത്തോടെ, എൻ്റെ മോനെ ഞാൻ കള്ളാ, കൊച്ചു കള്ളാ എന്നൊക്കെ വിളിക്കുന്ന പോലെ വാത്സല്യത്തോടെ വിളിക്കുന്ന, അല്ലാണ്ട് എടാ ബാങ്ക് കൊള്ളക്കാരാ എന്ന് വിളിക്കുന്ന പോലെ അല്ല അത് വിളിക്കാറ് എന്നുള്ളത്. ആരാണ് ഹർഷ ഇത് പറയുന്നത്? ഒറ്റക്കാരും കൂടെ ആരാ പറയുന്നത്? കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ, തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനോ ഇമാതിരി ഒരു പ്രസ്താവന നടത്തി ആലോചിച്ച് നോക്കി. ഒരു മുഖ്യമന്ത്രിയാണ്, എന്തൊരു പരിതാപകരമായിട്ടുള്ള കാര്യം. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഇത് ഈ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്നവരാണ് ഈ സന്യാസിമാരൊക്കെ ആണല്ലോ ആ നിലയ്ക്ക് ഇതിനെ അടുത്ത് കാണുന്നത്. അവർ സമ്മതിച്ചിട്ടുണ്ട് അത്രേ കള്ളന് വിളി മാറ്റാൻ, അത് മേടിച്ചിട്ടായിരിക്കും അത് പറഞ്ഞത്. കള്ളൻ വിളി മാറ്റാൻ അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇതിപ്പോൾ ഈ തീരുമാനം ഇങ്ങനെ രാജ്യവ്യാപകമായി നടപ്പാക്കാനെങ്ങാനും BJP തീരുമാനിച്ചാൽ എന്താ അവസ്ഥ? ഇപ്പോൾ സാഹിത്യകാരന്മാരെ എല്ലാം ചേർത്തൊരു ക്യാമ്പയിൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പൂന്താനത്തെയും ചെറുശ്ശേരിയെ എഴുത്തച്ഛനെയൊക്കെ ഇനി തിരുത്താൻ പറ്റുമോ? അവരെല്ലാം ഈ കള്ളക്കണ്ണനെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര സുന്ദരമായ ഒരു സങ്കല്പം. അതായത് ഇനി അങ്ങോട്ട് കൃഷ്ണകഥയൊക്കെ എഴുതുന്ന കഥാകാരന്മാർ, ഈ കഥാകാരന്മാരെന്ന കഥയിലെ അമ്മ, ഇവൻ വെണ്ണ എടുത്താൽ മോനെ വിപ്ലവകാരി കള്ള എന്ന് വിളിക്കരുത് അമ്മ. പിന്നെ നവനീത ചോര കേരളത്തിലേക്ക് ഒതുങ്ങണ്ട. ഇപ്പം മധ്യപ്രദേശിലാണെങ്കിൽ നവനീത ചോര എന്നോ ചിറ്റോർന്ന് വിളിക്കാൻ പറ്റില്ല. എത്രയോ നൂറ്റാണ്ടുകളായി എത്രയോ ജനപഥങ്ങളിൽ പറഞ്ഞും പാടിയും പങ്കിട്ടു പോകുന്ന ജനതയ്ക്ക് കൈമാറി കിട്ടിയ ദേവസങ്കല്പമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണ ലീലകൾക്ക് മഹാഭാരതം എന്ന മഹാ ഇതിഹാസം, അതിൻ്റെ അടരുകളിൽ എത്രയോ വലിയ വ്യാഖ്യാന സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരു സർക്കാർ നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ ഇതിഹാസത്തെ വായിക്കേണ്ട വിധവും വ്യാഖ്യാനിക്കേണ്ട വിധവും ഞങ്ങൾ പറഞ്ഞു തരാമെന്ന്. എന്തൊരു വിരോധാഭാസമാണത്. ആദ്യം കേട്ടാൽ പാരഡിയാണോ സ്പൂഫാണോ എന്നൊക്കെ തോന്നിയേക്കാവുന്ന ഒരു വാർത്തയാണ്. സർക്കാർ തന്നെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങുമോ എന്ന് നമ്മളും അന്തം വിട്ടുപോകുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ചുരുക്കട്ടെ. ഇതിലപ്പുറം എന്തിനീ കൂടുതൽ പറയാനാണ്?